നേരം വെളുത്തോ ഇത്ര പെട്ടെന്നോ? ആഹാ, ഗേളിസാറിന്റെ ഇത്ര നേരത്തെ എണീറ്റത്. നീ കൂടുതൽ കളിയാക്കണ്ട. ഇന്നലെ ലേറ്റ് ആയിട്ടാ കിടന്നേ, അതുകൊണ്ട് എണീക്കാൻ താമസിച്ചെ. ഇന്നലെ ഷോയ്ക്ക് പോയിട്ട് അതും കണ്ടേച്ച് വന്ന് കിടന്ന് ഞങ്ങള് നേരത്തെ എണീറ്റു. സാറിന് ഇവിടെ എന്നതായിരുന്നാവോ പണി? എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. കാളി സാറേ, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പറയാൻ. ഞാൻ കണ്ടായിരുന്നു വന്നപ്പോൾ. ആ ബിയർ ബോട്ടിലും വോഡ്കയുടെ കുപ്പിയും എല്ലാം ഞാൻ കണ്ടു. പിന്നെ ഇന്ന് രാവിലെ ആ പാവം കല്യാണി അതെന്നെ തൂത്ത് വൃത്തിയാക്കിയത്. ആ ചെയ്യണം, കാശ് കൊടുത്ത് ഇവിടെ പണിക്ക് നിർത്തുമ്പോൾ അതൊക്കെ ചെയ്യണം. അത് പിന്നെ അരുണേ, ഇവിടെ ജോലിക്ക് വരുന്ന ടൈമില് ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല ബിയർ ബോട്ടിൽ എടുത്ത് മാറ്റി വെക്കാന്നോ തുടച്ച് വൃത്തിയാക്കി തരാന്നോ. പിന്നെ നീ എന്തുണ്ടാക്കാനടി പുല്ല് ഇവിടെ നീ ജോലിക്ക് നിൽക്കുന്നേ? അതിന് ചൂടാവുന്നെന്തിനാ? ഞാൻ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒരു കോപ്പം പറയണ്ട. ഇന്ന് തന്നെ പെട്ടിയും കിടക്കെ എടുത്ത് ഇവിടുന്ന് ഇറങ്ങിക്കോണം. സ്ഥലം വിട്ടാക്കണം പറഞ്ഞേക്കാം. എന്റെ പൊന്നി കാളി, നിങ്ങളൊന്ന് നിർത്തിക്കേ. രണ്ടും കൂടി കണ്ണി കണ്ട അപ്പ തുടങ്ങും ഒരുമാതിരി കീരി ബാങ്കിനെയും കൂട്ട്. എടാ, പറയാൻ വിട്ടുപോയി, ഫെലിക്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിന് ഫെലിക്സ് വരുന്ന കാര്യം നീ എൻ്റെ അടുത്ത് മുൻപ് പറഞ്ഞതല്ലേ? പറഞ്ഞതാണ്. ഒന്നുകൂടി നീ മറക്കാതിരിക്കാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. വന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അവന് കിടക്കാൻ റൂം സെറ്റ് ചെയ്യണ്ടേ? അതെന്ത് ചെയ്യും? കുഴപ്പമില്ല, ഞാൻ എൻ്റെ റൂമിൽ അവന് ഇച്ചിരി സ്പേസ് കൊടുക്കാം. ഏയ്, നീ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഓൾറെഡി വേറൊരു റൂം ഉണ്ടല്ലോ, അങ്ങോട്ട് മാറ്റണം. എടാ, അതിനവിടെ കല്യാണിയല്ലേ കിടക്കുന്നേ, അവളെ എങ്ങനെയാ മാറ്റുന്നത് അവിടുന്ന്? വെറും ഒരു വേലക്കാരിക്ക് അത്രയും വലിയ റൂമിന്റെ ആവശ്യമുണ്ടോ? അരുണേ, കുഴപ്പമില്ല, ഞാൻ അടുക്കളയിൽ തന്നെ കിടന്നോളാം. ഇനിയിപ്പോ നിനക്ക് പ്രശ്നം ഉണ്ടെങ്കിലും നിന്റെ സ്ഥലം ഇനി മുതൽ അവിടെയാ. എവിടെ വന്നാലും അല്ല അരുണേ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, ഞാൻ അവിടെ കിടന്നോളാം. കല്യാണി, അവൻ എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് താൻ എന്തെങ്കിലും അതനുസരിച്ച് സംസാരിക്കുന്നേ? സംസാരിച്ച് നിൽക്കാൻ ടൈമില്ല. ഞാനൊന്ന് അടുക്കളയിലോട്ട് ചെല്ലട്ടെ, പണി കിടപ്പുണ്ട്. കഷ്ടമുണ്ടടാ. എന്താടാ കാര്യം ഇത്? ഇത്രയ്ക്ക് സഹതാപം തോന്നാനായിട്ട് അവള് നിന്റെ അമ്മായിയുടെ മോളൊന്നും അല്ലല്ലോ. ഹേ മച്ചാനെ. ഓ, ആശാനിങ് എത്തിയോ? അല്ല, നീ രാവിലെ വിളിച്ചു പറഞ്ഞല്ലേ അവിടുന്ന് ഇറങ്ങിന്ന്, പിന്നെ ഇത്രയും ലേറ്റ് ആയതെന്താ? എടാ, വരുന്ന വഴി ഒരു പെങ്കൊച്ചിന്റെ സ്കൂട്ടിയിൽ നൈസായിട്ടൊന്ന് തട്ടി. അവളൊന്ന് താഴെ വീണ്. പിന്നെ ആളായി, ബഹളമായി. പിന്നെ അവളെയും തൂക്കിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഉത്തരവാദിത്വം മൊത്തം കഴിഞ്ഞിട്ടാണേ ഈ വരുന്നത്. ഓ, നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ. ആകാശത്തോടി പറന്നു പോകുന്ന വള്ളി പോലും എടുത്ത് പെടലിക്ക് വെക്കുന്ന ആളാണ് നീ. എന്ത് ചെയ്യാൻ മച്ചു, നമ്മുടെ തലവിധി. നിന്ന് കിന്നരിക്കാതെ ആ ബാഗൊക്കെ കൊണ്ട് അകത്ത് വെച്ചിട്ട് വാടാ. അല്ല മച്ചു, ഇവിടെ പുതിയൊരു ചെല്ലക്കിളി ലാൻഡായെന്ന് അറിഞ്ഞില്ല. എന്തിയാ ആള്? ചെല്ലക്കിളിയോ? ഏത് ചെല്ലക്കിളി? എടാ, അവൻ ഉദ്ദേശിച്ചത് കല്യാണിയുടെ കാര്യമാണെന്ന് തോന്നുന്നു. സർ, ചായയാണോ കോഫിയാണോ എടുക്കണ്ടേ? ഓ മൈ ഗോഡ്, എന്റെ ഹാർട്ട് അങ്ങ് പൊട്ടിപ്പോയി. ഇതായിരുന്നല്ലേ അപ്പൊ കല്യാണി കുട്ടി? ഹേ സ്വീറ്റി, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. എന്റെ പേര് ഫെലിക്സ്. ഇനിയും ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. ഈ ഫെലിക്സ് ഒരു കാട്ടുകോഴി എന്ന് തോന്നുന്നുണ്ട്. സന്ദീപിനോടൊന്ന് ചോദിച്ചു നോക്കാം. ചോദിച്ചാൽ ചിലപ്പോ അറിയാൻ പറ്റിയേക്കും. സന്ദീപ്? ഇതൊരു കല്യാണിയോ? എന്താടോ? എനിക്ക് സന്ദീപിനോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. തന്റെ വർത്താനം കേട്ടിട്ട് എന്തോ കാര്യമായിട്ടുണ്ട്. എന്താ കാര്യം പറ. അത് പിന്നെ സന്ദീപ്, ഇന്ന് വന്ന ആളില്ലേ, ആളെങ്ങനെയാ? ആര്? ഫെലിക്സോ? അവൻ പാവല്ലേ? അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ, ഈ പെണ്ണുങ്ങളോടുള്ള. എന്താടോ, അവൻ തന്നോട് എങ്ങനെ സംസാരിച്ചാണ്ടാണോ? ചിരിക്കാതെ സന്ദീപ്, കാര്യം പറയേ. എടോ, അവനൊരു പാവ. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ വായ്നോട്ടം കാര്യങ്ങളും ഉണ്ടെന്നേ ഉള്ളൂ. അത് മാത്രല്ല, പുള്ളിക്ക് ഒരു ഗേൾഫ്രണ്ട് ഉണ്ട്. എങ്കിലും കാണാൻ ചന്തമുള്ള പെണ്ണുങ്ങളെ കാണുമ്പോ ഇത്തിരി ഇളക്ക കൂടുതലാ. അത് കാര്യാക്കണ്ട. ആണല്ലേ? ഞാൻ വിചാരിച്ചു. എന്തായാലും ഞാനിത് വന്ന് ചോദിച്ച കാര്യം ആരോടും പറയാൻ നിക്കണ്ട. ശരി ശരി, ഞാൻ ആരോടും പറയില്ല. അവൻ പറഞ്ഞു കേട്ടില്ലേ,
അവളെ കണ്ടപ്പോൾ അവൻ്റെ ഹാർട്ടങ്ങ് പൊട്ടിപ്പോയിന്ന്. ഇങ്ങനെയാണെങ്കിൽ അത് ഞാൻ തന്നെ തല്ലിപ്പൊട്ടിക്കും. ഫെലിക്സിനെ എത്രയും വേഗം ഇവിടെ നിന്ന് കെട്ടിക്കണം, ഇല്ലെങ്കിൽ അവൻ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കും. അല്ലെങ്കിൽ തന്നെ ഞാനതിന് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ? എനിക്കെന്ത് ഭ്രാന്താണോ? അവളെ കാണുമ്പോൾ അവൻ്റെ ഹാർട്ട് പൊട്ടുവോ പൊട്ടാതിരിക്കോ എന്താന്ന് വെച്ച് ചെയ്യട്ടെ, എനിക്കൊരു കോപ്പുമില്ല. ഇനി അവനെങ്ങാനും അവളെ പ്രപ്പോസ് ചെയ്യുമോ? എന്ത് തേങ്ങ എന്ന് വെച്ച് ചെയ്യട്ടെ, എനിക്കൊരു കോപ്പുമില്ല. അല്ല പിന്നെ ഞാനെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാനെന്തിനാ ഓർക്കുന്നേ? എനിക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നാലാണ് പ്രശ്നം. അവന്മാരുമായിട്ട് പോയിരുന്ന ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഒറ്റയ്ക്കിരുന്ന ഇതുപോലെയൊക്കെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടും. ഓയ് കല്യാണി കുട്ടി. എന്താ ഫെലിക്സ്? ഹാപ്പി ബർത്ത്ഡേ കല്യാണി. താങ്ക്സ്. അല്ല, എന്റെ ബർത്ത്ഡേ ആണെന്ന് ഫെലിക്സിന് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാന്നേ. കല്യാണിയുടെ ബർത്ത്ഡേ ആയിരുന്നോ? ഹാപ്പി ബർത്ത്ഡേ കല്യാണി. താങ്ക് യു. കല്യാണി അറിയില്ലായിരുന്നു എനിക്ക് ബർത്ത്ഡേ ആയിരുന്നെന്ന്. ഹാപ്പി ബർത്ത്ഡേ. അതൊന്നും സാരമില്ല. ഞാൻ ആരോട് പറഞ്ഞില്ലല്ലോ. ഇല്ലില്ല, അതൊന്നും കുഴപ്പമില്ല എനിക്ക്. ഞാനേ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അവളുടെ ബർത്ത്ഡേ എന്നാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം മച്ചു. സത്യം പറ, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. പിന്നെ ഇന്ന് വന്ന് കയറിയ നിനക്ക് എങ്ങനെ അറിയാം? പിന്നെ എന്തിനാ മോനെ ചേട്ടൻ ഈ ഫേസ്ബുക്കും കൊണ്ട് നടക്കുന്നേ? നീയൊക്കെയല്ലേ എന്നെ കുറ്റം പറയുന്നേ, ഞാൻ തന്ത വൈബാണെന്ന്. ഇപ്പൊ എങ്ങനുണ്ട്? അല്ലേലും ഫേസ്ബുക്ക് തന്ത വൈബ് തന്നെയാ. ഓ പിന്നെ ഡാഡാ ഇപ്പോഴും യു ക്യാം സെൽഫി ആയിട്ട് നടക്കുന്ന നീ എന്നെ പഠിപ്പിക്കാൻ വരില്ലേ? ഇതെന്താടാ എല്ലാം ഒരുമാതിരി മരണ വീട്ടിൽ കുത്തിയിരിക്കുന്ന പോലെ? ഒന്നെണീറ്റ് പോയടാ ഇറക്ക അവിടുന്ന്. കുറച്ച് ഫയൽ നോക്കാനുണ്ട്, അത് നോക്കി ചെക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ നാളെ കാളയുടെ വായിലിരിക്കുന്ന ഞാൻ കേൾക്കേണ്ടി വരും. ഓ പിന്നെ ഫയല് ഞാൻ തന്നെ ജാക്ക് ഡാനിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനാ, തുടങ്ങിയാലോ? എന്ത് നീ പറയുന്നത്? വെള്ളം അടിക്കാനോ? എന്റെ അമ്മച്ചിയെ, ഞാനില്ല. നമ്മളത് മനസ്സിൽ പോലും ചിന്തിക്കാൻ പാടില്ല. പിന്നാണ്. അല്ല മോനെ, നീ എന്ന് മുതലാ നന്നായത്? അത് പിന്നെ അതൊക്കെ നന്നായി. എല്ലാം ഒന്ന് അപ്പുറത്തോട്ട് പോയിക്കേ. അല്ല, സമയത്തിനായിട്ട് ഇന്ന് ആർക്കും ഫുഡൊന്നും വേണ്ടേ? ഫുഡൊക്കെ ആർക്ക് വേണം, ഞങ്ങൾ അതിലും വലിയ പരിപാടിയില്ല ഇപ്പൊ. മതി, നിർത്ത്. കുറെ നേരമായി. എന്തായാലും നാളെ സൺഡേ അല്ലേ? എത്ര നേരമാണെന്നും പറഞ്ഞാടാ ഈ നല്ലവനെ പോലെ അഭിനയിക്കുന്നേ? നീയൊക്കെ കുപ്പി പൊട്ടിക്ക്. അത് ശരി, അപ്പൊ കുപ്പി കൊണ്ടിട്ട് ഞാൻ ആരായി? നിന്ന് താളം അടിക്കാതെ കുപ്പി പൊട്ടിക്കും മയിരേ. അടിക്കാമോ അടിക്കടിയാറുമൽ സാമി എടാ, നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയി കോൾ ചെയ്തിട്ട് ഞാൻ വരാം. ഇങ്ങനെ തന്നെ ഇരുന്ന് വെള്ളം അടിച്ചിട്ട് കാര്യമില്ല മക്കളെ. എടാ, ആരെങ്കിലും ഒന്ന് പാട്ട് വെച്ചേ, ഒരു റൊമാൻറ്റിക് സോങ് വെച്ചേ, എനിക്കൊന്ന് ഡാൻസ് ചെയ്യണം. മോളെ കല്യാണി, വാ എന്നോട് വന്ന് കളിക്കേ. ഡാൻസോ? വേണ്ട, ഞാനില്ല, ഞാനിവിടെ നിന്നോളാം. നിങ്ങൾ കളിക്ക്. എടാ, അവള് ഡാൻസ് ഒന്നും കളിക്കില്ല. അവൾക്ക് ഡാൻസ് തൊട്ട് വരത്തൂല. അല്ലേ മോളെ കല്യാണി? അതൊക്കെ ഞാൻ വരുത്തിക്കോളാം. മോളിക്ക് വന്നേ, ഒരു റൊമാൻറ്റിക് സോങ് ഇടാ ആരെങ്കിലും. പാട്ട് സെറ്റ് പാട്ട് വെച്ചിട്ടുണ്ട്. നീയൊക്കെ കളിച്ചാ മതി. വേണ്ട വിട്ടേര്, ഞാനില്ല, പ്ലീസ്. വരാനല്ലേ പറഞ്ഞു, വാ ഇങ്ങോട്ട്. கொள்ளும் பாடம் மரம் காற்றை போல ஓடும் முறை காதல் கண்கள் தேடும்.